വേണ്ടി വഴക്ക് കൂടിയിട്ടോ നിങ്ങൾ ഈ പാർട്ടിക്ക് അഭിമാനത്തോടുകൂടെ എന്റെ പാർട്ടി ഈ മനുഷ്യരുടെ മുന്നിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്നു എന്ന് പറയാനുള്ള ഉണ്ടാകണം. നമ്മൾ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയാണ് എന്നുള്ള വലിയ അഭിമാന ബോധം നമുക്ക് ആദ്യം ഉണ്ടാകണം. കോൺഗ്രസുകാരെ സംബന്ധിച്ച് ഏറ്റവും പുറകിലാണ്. യൂത്ത് കോൺഗ്രസുകാരോട് പോലും ഒന്ന് മുഷ്ടി ചുരുട്ടി കുതിരാമറ്റി വിളിക്കാൻ പറഞ്ഞ ഭയങ്കര പ്രയാസ, ഒന്ന് വിളിച്ചു കൊടുക്കാൻ പ്രയാസ. കാരണം നമുക്ക് അങ്ങോട്ട് വിളിച്ചെത്താൻ കഴിയുന്നില്ല. നമ്മുടെ ആവശ്യം ഈ പ്രസ്ഥാനത്തെ പറ്റിയുള്ള നമ്മുടെ ബോധ്യം വളരെ പരിമിതമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഈ പ്രവർത്തകർ ഉണ്ടാകണം, ഈ അണികൾ ഉണ്ടാകണം, ഈ നേതാക്കൾ ഉണ്ടാകണം. രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് നയിച്ച പാർട്ടിയുടെ പേരിലാണ് നിങ്ങൾ ഈ ജലസേചനവും വിദ്യാഭ്യാസവും മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യത്തിന്റെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാക്കി, ഈ രാജ്യത്ത് നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കി, ഈ രാജ്യത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള എക്സിക്യൂട്ടീവ് സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഈ രാജ്യത്ത് ഇന്ന് കാണുന്ന മുഴുവൻ സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുത്തത് ഞാനും നിങ്ങളും കൊണ്ട് വിളിക്കുന്ന, ഞാനും നിങ്ങളും മുദ്രാവാക്യം വിളിക്കുന്ന, ഞാനും നിങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിദ്ധാമാകുന്ന തൊണ്ട പൊട്ടി വിളിക്കുന്ന ഈ പാർട്ടിയുടെ നേതാക്കന്മാരാണ്, ഈ പാർട്ടിയുടെ ഭരണകൂടങ്ങളാണ് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുവോ, എന്ന് പങ്കുവെക്കാൻ കഴിയുന്നുവോ, എന്ന് പറയാൻ കഴിയുന്നുവോ അന്ന് ഈ പ്രസ്ഥാനം രക്ഷപ്പെടുന്നു. നമുക്ക് അച്ചടക്കത്തോടെ പറഞ്ഞു വെക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട്. തൊഴിലുറപ്പ് മാത്രമേ പറയുള്ളൂ. BJP-കാരനും CPM-കാരനൊക്കെ തൊഴിലുറപ്പ് മാത്രമേ പറഞ്ഞു വെക്കുള്ളൂ. അത് വെറും തൊഴിലുറപ്പല്ല, അത് വെറും തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഈ രാജ്യത്തെ പാവപ്പെട്ട സ്ത്രീകൾക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക്, അധസ്ഥിതരായ മനുഷ്യർക്ക് വേതനം നൽകാൻ, സാമ്പത്തികമായി അവരെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയായി, അല്ലെങ്കിൽ അത്തരം പദ്ധതിയായി ആരംഭിച്ചതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ പോലും വെള്ളം ചേർത്തുകൊണ്ട് അവർ ഉപയോഗിക്കുമ്പോ നമുക്കത് തിരിച്ചു പറയാൻ കഴിയുന്നില്ല. ഇത് മുടക്കും എന്നവർ പറയുമ്പോ നിങ്ങള് ഇത് മുടക്കം, നിങ്ങൾ കൂലി തരില്ല എന്നൊക്കെ അവർ പറഞ്ഞു കഴിയുമ്പോൾ തിരിച്ചു പറയാൻ കഴിയണം. ഈ കൂലി തൊഴിലുറപ്പുകാരുടെ കൂലി തരുന്നത് RSS-കാരന്റെ നാഗ്പൂരിലെ കാര്യങ്ങളിലെ മഹാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമാണ് എന്ന് അഭിമാനത്തോടുകൂടെ പറഞ്ഞു വെക്കാനുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഈ പാർട്ടിയെ പറ്റി ഈ രാജ്യത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത പാർട്ടിയാണ് എന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയണം. ഈ നാട്ടിൽ ഈ കാണുന്ന വികസനങ്ങൾ മുഴുവൻ കൊണ്ടുവരാൻ സാധിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയണം. ഈ രണ്ട് സർക്കാരുകൾ കൂടി നമ്മൾ ഭരിച്ചു കുടിക്കുമ്പോ നല്ല LDF വരും, എല്ലാം ശരിയാവും. മറ്റവർ പറഞ്ഞപ്പോ കൂടുതലൊന്നും സംസാരിക്കേണ്ട, ധൈര്യം ഉണ്ടെങ്കിൽ നല്ല നിലനിൽക്കുകയാണല്ലോ പറഞ്ഞത്. നിങ്ങൾക്ക് അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലം മുൻപും ഇപ്പോഴുമുള്ള വില പട്ടിക ഒന്ന് അച്ചടിച്ചൊന്ന് പ്രസിദ്ധീകരിക്കാൻ പറയണം. ഞാൻ പറയണ്ടല്ലോ പെട്രോളും ഡീസൽ എവിടെ എത്തി നിൽക്കുന്നു, ഞാൻ പറയണ്ടല്ലോ അരി, പരിപ്പ്, മറ്റു ധാന്യങ്ങൾ, പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ വില എവിടെ എത്തി നിൽക്കുന്നു, ഞാൻ പറയണ്ടല്ലോ. അപ്പോ ഇത്തരത്തിൽ വലിയ അവകാശവാദവുമായി വരുന്ന ആളുകൾ ഇതൊന്ന് പറയാൻ തയ്യാറാവട്ടെ. ഒരൊറ്റ കാര്യം, ഈ ഒരൊറ്റ കാര്യം ചോദിച്ചാൽ അവരുടെ ഗ്യാസ് അപ്പം പോകും, അവരുടെ ഗ്യാസ് അപ്പം അവസാനിച്ചു. കാരണം BJP സർക്കാര് അവർ വന്നപ്പോ അവർ ആദ്യം പറഞ്ഞു വെച്ചതെന്താ, നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു പരസ്യം, ഉജ്വൽ യോജന, പാവപ്പെട്ട BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ നൽകുന്നു. അന്ന് അതിന്റെ മുകളിൽ അവർ പരസ്യവാചകം എഴുതി, ഈ